ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കിരൺ ആണെങ്കിൽ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ചുറ്റിലിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ കല്യാണിയെ കാണുന്നില്ല. കല്യാണി കല്യാണി എന്ന് വിളിച്ചുകൊണ്ട് റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെ വീണ്ടും 2-3 പ്രാവശ്യം കല്യാണി എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ കാതു ചായയുമായിട്ട് വരികയാണ്. അപ്പോൾ കല്യാണി എന്ത് എന്ന് കിരൺ ചോദിക്കുമ്പോൾ കല്യാണി ഡൽഹിയിലല്ലേ എന്ന് കാതു മറുപടി പറയുകയാണ്. ഓ, ഞാനത് മറന്നു എന്ന് കിരൺ പറയുന്നുണ്ട്. ഇപ്പൊ എന്നാ സാറ് ചായ കുടിക്കുകയെന്ന് പറഞ്ഞ് അത് കൊടുക്കുകയാണ്. അപ്പൊ പറയാണ് അത് ഇനി 2 ദിവസത്തിനുണ്ടാകും, അത്രയ്ക്ക് 2 പേര് ഒട്ടിച്ചേർന്ന് നടന്നതല്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ തോന്നും എന്നൊക്കെ ഇങ്ങനെ കാത് പറയുന്നുണ്ട്. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കല്യാണിയെ മിസ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ കുറേ നേരം വൈകിട്ടാണ് വന്ന് കിടന്നാലും ചിലപ്പോൾ ഉറക്കം വരാറില്ല. അങ്ങനെ നേരം വൈകി വന്ന സമയത്ത് താരയാൻറ്റി വഴിയരികിൽ കിടക്കുന്നത് കണ്ടായിരുന്നു. താരയാൻറ്റിക്ക് എന്തോ പറ്റിയതാണ്, ആരോ തലക്കടിച്ച് വഴിയരികിൽ കൊണ്ടുവന്നിട്ടതാണ്. ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും അപ്പുറത്തെ വീട്ടുകാരെന്തോ ചെയ്തതാണ്, കൊല്ലാൻ വേണ്ടി ചെയ്തതോ മറ്റോ ആണ് എന്നൊക്കെ ഇങ്ങനെ കാതൂനോട് ഇങ്ങനെ പറയുകയാണ് കിരൺ. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് കാതൂനും വിഷമാവുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കല്യാണിയെ കാണിക്കുകയാണ്. കല്യാണിയാണെങ്കിൽ കെറ്റിലിൽ ചായയൊക്കെ വെച്ചിട്ട് കുടിക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ സമയത്ത് പെട്ടെന്ന് കല്യാണിക്ക് ഒരു ഫോൺ വരുന്നുണ്ട്. അപ്പോൾ ആ ഫോൺ എടുത്തതിന് ശേഷം കല്യാണി പറയാണ്, ഞാനിവിടെ ഡൽഹിയിലാണ്, ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് വിളിച്ച് പറയാം എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നുണ്ട്. വേഗം കിരണിനെ വിളിക്കുകയാണ്. എന്നിട്ട് കിരണിനോടായിട്ട് പറയുന്നുണ്ട്, അതെ എനിക്കൊരു കോള് വന്നായിരുന്നു, ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ലേലത്തിന് കൊടുക്കുന്നുണ്ട്, എൻ്റെ കാര്യത്തിന് വേണ്ടി വിളിച്ചതാണ്. ഫോൺ നമ്പർ ഞാൻ കിരണേട്ടന് അയച്ചു തരാം, നാളെയാണ് ലേലം, എത്രയും വേഗം അതിൻ്റെ കാര്യങ്ങൾ നോക്കുക, ലേലം വിട്ട് കളയണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരി എന്ന് പറയാണ്. അങ്ങനെ ചായ കുടിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഞാൻ നിന്നെ വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, വേറൊരു കാര്യമുണ്ട് എന്ന് കിരൺ പറയുമ്പോൾ എന്താ എന്ന് ചോദിക്കുന്നുണ്ട് കല്യാണി. അങ്ങനെ ആ സമയത്ത് താരയെക്കുറിച്ച് പറയുകയാണ്. താര ആൻറ്റിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഹോസ്പിറ്റലിലാണ് എന്ന് പറയുമ്പോൾ അയ്യോ എന്ന് പറയാണ്. അപ്പോൾ അതിനുശേഷം എന്തായാലും മോള് ഇതിലൊക്കെ നന്നായി ശ്രദ്ധ ചെലുത്തണം, ഫസ്റ്റ് തന്നെ വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞ് കിരൺ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ ഡോക്ടർ താരയെ നോക്കി പുറത്തേക്ക് ഇറങ്ങുകയാണ്. സേനനോടായിട്ട് പറയുന്നുണ്ട്, അതെ ഇത് തലയടിച്ച് വീണതാണ്, നല്ല വീഴ്ചയാണ് തലയ്ക്ക് പറ്റിയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ തല പൊട്ടി ചോര പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ലായിരുന്നു. ഇതാണെങ്കിൽ തലയിൽ ബ്ലഡ് ഫുള്ള് ക്ലോട്ടായിട്ടിരിക്കുകയാണ്, തലച്ചോറിനും അത് ബാധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഓർമ്മശക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് കേട്ട് നമ്മുടെ സേനൻ ഞെട്ടുകയാണ്. ആ സമയത്ത് അവിടേക്ക് കിരൺ ഓടി വരുന്നുണ്ട്. എന്തായി അച്ഛ, എന്താ ഡോക്ടർ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ കിരണിനോട് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയാണ്, ഇത് രാവിലെ ഒരു 10-11 സമയത്തെങ്ങാണ്ട് സംഭവിച്ചിട്ടുള്ളതാണ്. രാത്രി നിങ്ങൾ 1 മണിക്ക് ശേഷമല്ലേ നിങ്ങൾക്കിത് കണ്ടത് ഈ സ്ത്രീ, അതുകൊണ്ട് തന്നെ അത്രയും നേരം അവർ ബോധമില്ലാതെ എവിടെയോ കിടക്കുകയായിരുന്നു. രാത്രി ആയപ്പോൾ ആരോ അവിടെ കൊണ്ട് ഉപേക്ഷിച്ചതാണ് എന്നിങ്ങനെ പറയുമ്പോഴും അത്രയും നേരം വൈകിയല്ലോ, അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്തായാലും ഓർമ്മശക്തി നഷ്ടപ്പെട്ടു, പിന്നെ തലച്ചോറിനും സാരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെന്ന് കാണണമെങ്കിൽ കാണാം എന്ന് പറയുകയാകുമ്പോൾ നമ്മുടെ കിരണും സേനനും കൂടി അകത്ത് ചെന്ന് കാണുകയാണ്. കിരണും സേനനും അകത്തേക്ക് എത്തുമ്പോൾ താരയാണെങ്കിൽ അവരെ മുഖത്ത് പോലും നോക്കാതെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി ചുമ്മാ കിടക്കുകയാണ്. ഓക്സിജനൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കിടപ്പ് കാണുമ്പോൾ താരേ എന്ന് സേനനും അതുപോലെ താരയാൻറ്റി എന്ന് കിരണം വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും ഒരു പ്രതികരണവുമില്ല. ആ ഒരു കാഴ്ച കണ്ട് നിൽക്കാനാവാതെ അവിടെ നിന്നും സേനൻ പുറത്തേക്ക് പോവുകയാണ്. കൂടെ കിരണം പോകുന്നുണ്ട്. എനിക്ക് ഈ കിടപ്പ് കണ്ടിട്ട് സഹിക്കുന്നില്ല, അവളുടെ കുഞ്ഞിന് വേണ്ടിയാണ് അവൾ ഇത്രയും നാളും ജീവിച്ചത്, രാഹുൽ കാരണം അവളുടെ ജീവിതം നശിച്ചുപോയി, കുഞ്ഞെന്നും പറഞ്ഞ് നടന്ന് കുഞ്ഞ് ആണെങ്കിൽ ഇപ്പോൾ അവളെ ഒന്ന് ചേർത്ത് പിടിക്കുകയോ അവളെ കാണുമ്പോൾ ആട്ടി ഓടിക്കുകയല്ലേ ചെയ്യുന്നത്. എന്തായാലും ഒരു നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുകയാണ് നല്ലത്, കാരണം അവൾക്ക് പിന്നെ കുഞ്ഞിനെ കുറിച്ചുള്ള ഓർമ്മയൊന്നും വരില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നിൽക്കാണ്. ആ സമയത്ത് കിരൺ പറയുന്നുണ്ട്, ഇന്നാണ് ആ ലേലത്തിൻ്റെ ഇത്, ഞാൻ എന്തായാലും അവിടേക്ക് പോകട്ടെ എന്ന് പറയുന്നു. ആ സമയത്ത് കല്യാണി വീണ്ടും വിളിക്കുന്നുണ്ട്. അപ്പോൾ കല്യാണിയോട് ഈ ഒരു കാര്യം പറയുകയാണ്. അപ്പോൾ കല്യാണിയോട് പറയുന്നുണ്ട്, ഞാൻ ആ കമ്പനി ലേലത്തിൽ പിടിക്കാൻ പോവുകയാണ്, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനെ വിളിച്ച് വിവരം ചോദിച്ചാൽ മതി, നീ അച്ഛൻ ഹോസ്പിറ്റലിലുണ്ട് എന്ന് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞപ്പോൾ കല്യാണിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ടെൻഷനാവാണ്. അങ്ങനെ കിരൺ വേഗം ലേലത്തിലേക്ക് ചെല്ലുകയാണ്. അവിടെ എത്തുമ്പോൾ ചുറ്റിനിങ്ങനെ ആൾക്കാരെ നോക്കുന്നുണ്ട്. അപ്പോൾ ഹരിസാറും ഉണ്ട് കൂടെ. ഹരിസാറ് പറയാണ്, അത്ര വലിയ സ്രാവുകളൊന്നുമില്ല, എന്തായാലും നമുക്ക് തന്നെ ഈ ഒരു ലേലം കിട്ടുമെന്ന് തോന്നുന്നുണ്ട് എന്നിങ്ങനെ ഒരു വിശ്വാസത്തിൽ ഇരിക്കുകയാണ്.
അങ്ങനെ ഓരോ പേപ്പറുകൾ ഇങ്ങനെ തുറന്നു നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ കിരൺ തന്നെയാണ് വിളിച്ചിട്ടുള്ളത്. 1 കോടിയിൽ തുടങ്ങിയിട്ട് 3.5 കോടിയാണ് കിരൺ ആ കമ്പനിക്ക് കൊടുത്തിട്ടുള്ള പൈസ വില. അപ്പോൾ 3.5 കോടി എന്ന് പറഞ്ഞിട്ട് അതാണ് ഏറ്റവും വലിയ എമൗണ്ട് എന്നും പറഞ്ഞ് പിന്നെ അടുത്തൊരു പേപ്പറും കൂടി തുറന്നു നോക്കുകയാണ്. അപ്പോൾ അതിൽ 4 കോടി രൂപയാണ് കൊടുത്തിട്ടുള്ളത്. മറ്റാരുമല്ല, കാർത്തിക ഫുഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി എന്ന് പറയുമ്പോൾ കിരണും അതുപോലെ ഹരിസാറും ഒന്ന് ഞെട്ടുകയാണ്. അപ്പോൾ അവരിയ്ക്കുന്നതിൻ്റെ പുറകിലൂടെ കാർത്തികയും വിക്രവും കൂടി വരികയാണ്. വിക്രം പറയുന്നുണ്ട് ഞങ്ങൾ എത്തിയിട്ടുണ്ട് ട്ടാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവരെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിക്രാണെങ്കിൽ വലിയ അഹങ്കാരത്തോടു കൂടിയൊക്കെയാണ് വരുന്നത്. അങ്ങനെ വന്ന് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആ ആള് പറയാണ് ഏറ്റവും കൂടുതൽ എമൗണ്ട് നിങ്ങളുടേതാണ്, അതും ഈ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് കൂടുതൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു എമൗണ്ട് തന്നെയാണ് 4 കോടി രൂപ എന്ന് പറയുന്നത്. ഇനി ആർക്കെങ്കിലും ഇതിലും മുകളിൽ കയറ്റി വിളിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കിരണും അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് വാ ഹരിസാറ നമുക്ക് പോവാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. ആ പൂവാണോ, നിക്ക് അവിടെ പൂവല്ലേ, ഇതിൽ നിന്ന് എന്ത് കയറ്റി വിളിക്കണമെന്നില്ലേ എന്ന് ചോദിച്ച് പരിഹസിക്കുകയാണ് വിക്രം. അപ്പോൾ ആ സമയത്ത് നീ നിന്റെ തരത്തിന് പോയി കളിക്കടാ എന്ന് പറയാണ്. എന്നിട്ട് കിരൺ പറയുന്നുണ്ട് നീ മറ്റുള്ളവരുടെ ഇതിൽ നീ കളിക്കാനൊന്നും നിൽക്കണ്ട, നീ വെറുതെ എന്നോട് ചൊറിയാൻ വരണ്ട, നിനക്ക് ഞാൻ കാല് വാരി നിലത്തടിക്കും നിന്നെ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ വെച്ചിട്ടൊരു സീൻ ഉണ്ടാക്കണ്ട, ഇത് ലേലത്തിൽ തോൽക്കുന്നതും ജയിക്കുന്നതൊക്കെ സാധാരണയാണെന്നൊക്കെ പറഞ്ഞ് കിരൺ അവിടെ നിന്നും പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മനസ്സിൽ നമ്മുടെ കാർത്തിക മനസ്സിലിങ്ങനെ പറയാണ് സോറി കിരണേ, ഞാൻ എന്തായാലും ഈ കൺസ്ട്രക്ഷൻ വാങ്ങിക്കുന്നത്, ഈ കമ്പനി വാങ്ങിക്കുന്നത് നിങ്ങൾക്ക് തന്നെയാണ്, നിങ്ങൾക്കത് തരുമ്പോൾ നിങ്ങൾക്ക് ഈ വിഷമൊക്കെ മാറിക്കിട്ടും എന്ന് പറയുന്നു, മനസ്സിലിങ്ങനെ കരുതാണ്. അതിനുശേഷം നമ്മുടെ കാർത്തികയോട് വിക്രം പറയുന്നുണ്ട് എന്തായാലും അവരെ ഞാൻ ഒന്നും കൂടി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ്. കാണുന്നതൊക്കെ കൊള്ളാം, അവരെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കാണ്ട് നോക്കിക്കോ എന്ന് കാർത്തിക മറുപടി അറിയുന്നുണ്ട്. അപ്പോൾ എന്നെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇരുട്ടത്ത് അവരെ നല്ല അടി അടിക്കുമെന്നും പറഞ്ഞ് പുറത്തേക്ക് പോകുന്നുണ്ട്. കാറിലേക്ക് കയറാൻ നിൽക്കുന്ന കിരണൊക്കെ വീണ്ടും തടഞ്ഞു നിർത്തിയിട്ട് വീണ്ടും ഓരോ ചൊറിയുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇനി നീ വെറുതെ നിന്റെ തരത്തിന് പോയി കളിക്കില്ല, നീ ആരും നിന്റെ വിചാരം എന്നൊക്കെ കിരൺ ചോദിക്കുമ്പോൾ ഇപ്പം എന്തായി ലോകത്തെ ഏറ്റവും വലിയ ആൾക്കാർ നിങ്ങളെന്നല്ലേ വിചാരിച്ചത്, ഇപ്പം നിന്റെ ഒരുത്തി ഉണ്ടല്ലോ അവള് ഡൽഹിയിൽ എവിടാണ്ടൊക്കെ പോയിരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നീയും നിന്റെ അച്ഛനും എൻ്റെ ഭാര്യയെ ഒരുപാട് ആക്ഷേപിച്ചിട്ടുണ്ട്, അവൾക്ക് ഇനി ഒരു ജീവിതത്തിൽ ഒരു രക്ഷയില്ലെന്നൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞത്, പക്ഷേ എൻ്റെ ഭാര്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ വീണ്ടും കിരൺ പറയുകയാണ്. അതെ, നീ മര്യാദക്ക് എന്നോട് സംസാരിച്ചോട്ടാ, ഇല്ലെങ്കിൽ നീ മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിൽ നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും എന്നൊക്കെ കിരൺ വീണ്ടും പറയുന്നുണ്ട്. അപ്പം ഈ ഹരിസാർ എന്ന് പറയുന്ന ആൾ, ഇയാളുണ്ടല്ലോ, ഇയാൾ നിങ്ങളുടെ കൂടെ നടന്നിട്ടല്ലേ നിങ്ങൾക്ക് ഇത്രയും വലിയ ഈ കമ്പനി, നീ ഇത്രയും വലിയ മുതലാളി ആയത് എന്നൊക്കെ വിക്രം തിരിച്ചു ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളും ഈ ഒരു കമ്പനി നല്ല രീതിയിൽ കൊണ്ടുപോകും, നിങ്ങളുടെ ശത്രു ആയിരിക്കും ഞങ്ങളെന്ന് പറയുന്ന ഞങ്ങളുടെ കമ്പനി എന്നൊക്കെ പറഞ്ഞ് വിക്രം അങ്ങനെ വെല്ലുവിളിയൊക്കെ നടത്താണ്. അപ്പം ആ സമയത്ത് കാർത്തിക് അവിടേക്ക് വരുന്നുണ്ട്. എന്താണ് ഇവിടെ, പോകുന്നവർ പോകട്ടെ, നീ എന്തിനാ വെറുതെ പിന്നിലൂടെ ചെന്ന് ഓരോ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുകയാണ് വിക്രത്തിനോട്. എന്തായാലും കിരൺ പറയുന്നുണ്ട് ഇവരെ കൊണ്ട് നീ എന്തായാലും അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് കാർത്തികയോട് ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ട് കിരൺ പറയാണ് പോവാമെന്ന് പറഞ്ഞ് ഹരിസാറിനെയും കൂട്ടി കാറിൽ കയറി പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് നീ എന്തിനെ ആവശ്യമില്ലാത്തതിന് നിൽക്കുന്നു എന്ന് കാർത്തിക ചോദിക്കുമ്പോൾ ഈ ബിസിനസ് കൊണ്ടുപോകുന്നതിന് ഞാനല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത് ശരിയോ, അത് ഞാൻ മറന്നു, ഈ കൺസ്ട്രക്ഷൻ കമ്പനി ഇനി മുതൽ നോക്കി നടത്താൻ പോകുന്നത് നീയാണല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വിക്രാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോട് നിൽക്കുന്നുണ്ട്. ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.